ബട്ട് മാം, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മാം എപ്പോഴൊക്കെയാണോ ശ്രീനാഥിനെ പറ്റി പറയുന്നത്, ഒരു തരി പോലും ഹെയ്റ്റ് ഇല്ലാതാ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് എൻ്റെ ബേസിക് ഒരു നേച്ചറും കൂടി അതാണ്. എന്നെ ചെകിടത്ത് ആരെങ്കിലും അടിച്ചാൽ പോലും ഞാൻ ഇങ്ങോട്ട് ഗാന്ധിജിയല്ല എന്നാൽ പോലും ഞാൻ പിന്നെ ഐ ഡോണ്ട് നോ, സംഭവം ആ സമയത്ത് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കും. ഇപ്പൊ സപ്പോസ് അങ്ങനെ ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മുടെ ആ സമയത്ത് നമുക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഞാൻ പിന്നെ ആലോചിക്കുന്നത് ആ സിറ്റുവേഷനിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് കൊണ്ടല്ലായിരിക്കോ, ആയിരിക്കുമല്ലോ. അപ്പൊ അവരെ ന്യായീകരിക്കും. ചെറിയൊരു മദർ തെരേസ ഉണ്ടായിരുന്നു അല്ലേ? അതാ കുഴപ്പം. അപ്പൊ നമ്മളാണ് കൂടുതൽ ഹേർട്ട് ആവുന്നതും. പക്ഷെ എപ്പോഴും ഞാൻ മറ്റവരുടെ ഒരു സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കും. ഇന്നും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഉടനെ ഞാൻ അവരെ ന്യായീകരിക്കും മൈൻഡിൽ. യുനോ ഐ വിൽ ബി ജസ്റ്റ് തിങ്കിങ് അവരിങ്ങനെ പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ, അവര് ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല, ചിലപ്പോ ഇങ്ങനെ ആളുകളിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂല്ലേ. ഞാൻ വളരെ മോശമാണ് ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നതില്. ദാറ്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് ഇസ് 100%. അത് ഒരിക്കലും എനിക്ക് ആരെങ്കിലും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മര്യാദയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവർ വളരെയധികം നമ്മളോട് ഇഷ്ടമാണെന്ന്, ബട്ട് ബാക്കിൽ കുത്തുമായിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ഐ എം എ വെരി ബാഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ. കാരണം ബേസിക്കലി എൻ്റെ സൈഡിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഐ എം വെരി ഓണസ്റ്റ്. എനിക്ക് ഒരിക്കലും കളത്തറവോ ആരെങ്കിലും എന്തെങ്കിലും കുശുമ്പോ ഒക്കെ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഐ ഡോണ്ട് ഞാനത് ടു ദ പോയിന്റ് അങ്ങനെ എടുക്കും. എനിക്ക് അറിഞ്ഞൂടാ. സോ എനിക്ക് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിലും ഞാൻ വിചാരിക്കും കറക്റ്റാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ വേറെ ആരെങ്കിലും അയ്യോ പൊട്ടി അതല്ലാതെ അവരിങ്ങനെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു, അയ്യോ ഞാനങ്ങനെ ചിന്തിച്ച് സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ ബേസിക് നേച്ചർ. അതുകൊണ്ടായിരിക്കും ഐ എം നോട്ട് ടേക്കിംഗ് തിങ്സ് വെരി സീരിയസ്ലി നൗ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഓരോന്നും ലൈഫിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വളരെ സീരിയസ് ആയെങ്കിൽ നമ്മൾ ഡിപ്രഷനിലോട്ട് പോകത്തേ ഉള്ളൂ. സോ ഐ ജസ്റ്റ് ഫീൽ സംടൈംസ് എന്തോ ഒരു അനുഗ്രഹമുണ്ട് എനിക്ക്. ദൈവത്തിൻ്റെ ഒരു, കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം. അപ്പോൾ എപ്പോഴും കൃഷ്ണൻ്റെ ഒരു, അതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടും ഉരക്കാട് ശ്രീകൃഷ്ണ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. സോ എനിക്ക് കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം, എൻ്റെ അമ്മയച്ഛൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഐ ക്യാൻ, ഈവൻ ഇഫ് ഐ എം നോട്ട് എ ഗുഡ് ജഡ്ജ് ഓഫ് ക്യാരക്ടർ, എനിക്ക് ബേസിക്കലി ഐ ക്യാൻ ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ. ഈ കുറേ ദുഃഖങ്ങളുടെ ഇടയിൽ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ച് കരയണ ഒരു ശാന്തികൃഷ്ണൻ ഉണ്ടായിരുന്നോ? അതല്ലേ പേര് തന്നെ ഇല്ലേ ശാന്തികൃഷ്ണൻ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ വളരെ ഐഡിയൽ ആണെന്നോ അല്ല എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്നോ, അങ്ങനെയല്ലേ അല്ല. ഞാനൊക്കെ അനുഭവിച്ചത് ആരും എൻ്റെ ശത്രു പോലും അനുഭവിക്കരുതിനെ ഞാൻ പ്രാർത്ഥിക്കൂ. ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഇൻ മൈ ലൈഫ്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ ലൈഫിൻ്റെ ഇപ്പോഴും നമ്മളൊരു കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ സിനിമയിലെ ആൾക്കാർ കണ്ടാൽ പോലും വിചാരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമോ ജീവിതത്തിൽ എന്ന് വേറെ അവർ ചിലപ്പോൾ പടം കാണുമ്പോൾ പറയും. പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സോ അത്രയ്ക്ക് ഞാൻ ആക്ച്വലി കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ ഐ ഹവ് റീച്ച്ഡ് 60ാമത്തെ വയസ്സിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലൈഫിൻ്റെ എല്ലാ വശങ്ങളും കണ്ടിട്ടുണ്ടെന്ന് പറയാം. ദർ സോ മെനി തിങ്സ് ഹാവ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പോലും ഒരു തമിഴ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ ചേട്ടനെ കുറിച്ച്. അത് സുരേഷ്, ഞങ്ങളുടെ എൻ്റെ വേറൊരു ചേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കൾ വന്ന്, അപ്പോൾ അവരെ വിളിച്ചിട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ശാന്തി നിങ്ങളുടെ അമ്മ വാട്ട് ഓൾ ഷി ഹാസ് ഗോൺ ത്രൂ ഇൻ ലൈഫ് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ അറിയാൻ വേണ്ട, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അവൾ വിഷമിച്ചിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവളുടെ കഥ എഴുതാം നമുക്ക് അവളെക്കുറിച്ച്. പക്ഷേ ഇന്നും അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംഹൗ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരിക്കലും കളയരുത്. അവളുടെ ചിരി ഒരിക്കലും ആയരുത്. യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് ഹാപ്പി. യു മേക്ക് ഷുവർ ഷീ ഓൾവേസ് കീപ് സ്മൈലിങ് എന്ന് ചേട്ടൻ അവരുടെ അടുത്ത് പറഞ്ഞ്, പിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഞാനതൊന്ന് വിചാരിക്കും, അപ്പോൾ ചേട്ടൻ എന്തോരം കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക എന്ന്. നമ്മളുടെ മുമ്പിൽ കാണിച്ചില്ലെങ്കിൽ തന്നെ ദ ലവ് ദേ ഓൾ മൈ ബ്രദേഴ്സ് ഹാവ് ഫോർ മീ ഇറ്റ്സ് സംതിങ് ടച്ച് വുഡ്. നമ്മൾക്ക് എന്താ പറയുക, നമുക്കതൊരു നിധിയാണ് സത്യത്തിൽ. സത്യം, തീർച്ചയായിട്ടും, അബ്സല്യൂട്ട്ലി. ഇങ്ങനത്തെ ഒരു ഫാമിലി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഞാൻ ആ ഫാമിലിയിൽ ജനിച്ചത് തന്നെ എൻ്റെ ഒരു വലിയൊരു ലക്കാണ് സത്യത്തിൽ. സിനിമയുടെ അകത്ത് നമ്മൾക്ക് ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ആദ്യം ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ കാലം അത് ശാന്തികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്, മാമിനെ കാണുമ്പോൾ
സങ്കടമുള്ള ക്യാരക്ടേഴ്സ് ആവും, അല്ലെങ്കിൽ ദുഃഖപുത്രിയായിരിക്കുന്ന. പക്ഷെ കട്ടു 2017-18 ആ ഇമേജ് മൊത്തം പൊളിച്ചു. ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഹ്യൂമർ വർക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു. അന്ന് ഐ മീൻ 90s 80s അങ്ങനെ ഹ്യൂമർ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളില്. ഞാനങ്ങനെ ഒരിക്കലും ഒരു റോള് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ ഞാൻ ഇങ്ങനെ ഒരു റോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് സത്യം. എനിക്ക് ഏത് റോൾ, എനിക്ക് ഇങ്ങോട്ട് വന്ന റോൾസ് എല്ലാമേ റൈറ്റ് ഫ്രം 81 എനിക്ക് കിട്ടിയ റോൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ശരിയാണ്. ഫസ്റ്റ് 80s എൻ്റെ മോസ്റ്റ് ഓഫ് ദ റോൾസ് വളരെ ഈ സോബറായിട്ടും വളരെ ട്രാജിക് ആയിട്ടും ഉള്ള ഒരു ക്യാരക്ടർ പോലെയായിരുന്നു. സെറ്റുമുണ്ട്, സാരി, ഇതുപോലത്തെ ഒക്കെ ആയിരുന്നു കൂടുതലും. പക്ഷെ അതിനുശേഷം 90s വന്നപ്പോഴേക്കും തന്നെ ഓൾറെഡി കുറച്ച് മാറ്റങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്നും നന്മകളാണെങ്കിലും വിഷ്ണുലോകം ഓഫ് കോഴ്സ് കുറച്ച് ഇതാണ്. പക്ഷെ നയം വ്യക്തമാക്കുന്നതിൽ ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫിന്റെ ഒരു സംഭവമായിട്ട്, ടീച്ചർ ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സ്നേഹം ഒക്കെ കാണിച്ചതും. സോ അന്ന് തൊട്ട് എനിക്ക് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത് തന്നെ ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് അങ്ങോട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടർ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമായി, ഐ മീൻ ഐ വുഡ് ലവ് ടു ഡു എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. കുട്ടനാട് മാർപ്പാപ്പ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഡയറക്ടർ ശ്രീജിത്തിൻ്റെ അടുത്ത് ചോദിച്ച ഒരു ശാന്തി കൃഷ്ണയെ അന്വേഷിച്ച് തന്നെയാണോ നിങ്ങൾ വന്നത് എന്ന്. ബിക്കോസ് എൻ്റെ അടുത്ത് ആരും കോമഡി ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഞങ്ങൾ മാമിനാണ് ചിന്തിച്ചത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നോബഡി കുഡ് വിഷ്വലൈസ് മീ അങ്ങനെ. അപ്പോൾ അതും വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഞണ്ടുകളുടെ നാട്ടിലാണ് ചെയ്തത്. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഹ്യൂമർ ഇല്ല. അപ്പം നെക്സ്റ്റ് ഉടനെ വന്നതാണ് അരവിന്ദൻ്റെ അതിഥികൾ കഴിഞ്ഞ്, പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടനാട് മാർപ്പാപ്പ അതിന് ശേഷമാണ്. അപ്പോൾ ശ്രീജിത്ത് എന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ മേരി അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ശാന്തികൃഷ്ണനാണ്, നിങ്ങൾക്ക് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എൻ്റെ അടുത്ത് വന്നത്? അതെന്താ മാം ചോദിക്കുന്നത് അങ്ങനെ? ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ കേൾക്കുമ്പോൾ ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്, പക്ഷേ നിങ്ങൾ ഇത് ഒരു കോമഡി മിക്സ് ചെയ്ത ഒരു സാധാരണ ഉർവശിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്തിട്ടാണ് തന്നെയാണോ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് വന്നത് ശാന്തി മാമിന് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ അതിന് മുമ്പ് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. പിന്നെ വേറെയും ഞാൻ വന്നതിന് ശേഷം കുറേ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നതിൽ മോസ്റ്റ്ലി എല്ലാം കുറേ ഇതുപോലെ പറഞ്ഞ പോലെ ഹ്യൂമർ ടൈപ്പ് എൻ്റെ ബേസിക് നേച്ചർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോമഡി അടിക്കുക, കോമഡി എന്തെങ്കിലും. അത് കണ്ടതിന് ശേഷം ശ്രീജിത്ത് പറഞ്ഞു, അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ പോയത്, ഞങ്ങളുടെ പടത്തിൻ്റെ മേരിയമ്മ ഇത് തന്നെ, ഇതുപോലെ തന്നെ മാനറിസംസും എല്ലാം നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുട്ടനാട് മാർപ്പാപ്പിൽ എന്നെ വിളിക്കുന്നതും. സോ അത് എനിക്കൊരു ചാലഞ്ചും ആയിരുന്നു. കാരണം അറിയില്ലല്ലോ ഹൗ ആൾക്കാർ ഇങ്ങനെ അത് ഇതേവരെ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു മലയാളം ഓഡിയൻസിന്. ഞാൻ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തപ്പോഴും നെഗറ്റീവായിട്ട് ചില പക്ഷിയിലൊക്കെ നെഗറ്റീവായിട്ട് കുറച്ച് ചെയ്തപ്പോൾ പോലും അവർ വീണ്ടും എന്നെ ഒരു ഹീറോയിൻ ആയിട്ട് തന്നെ അവർ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മയായിട്ടും അമ്മയമ്മയായിട്ടും എല്ലാം ഞാൻ അഭിനയിച്ചു മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം ഭാര്യയായിട്ടും കാമുകിയായിട്ടും ഒക്കെ അഭിനയിച്ചു. സോ ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് കോമഡി റോൾസിൽ ഐ വാസ് എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ എന്തായിരിക്കും എന്ന്. ബട്ട് ദെൻ എല്ലാവരും അതിലുണ്ടായിരുന്ന എല്ലാ ആർട്ടിസ്റ്റും കൂടി ഞങ്ങൾ വളരെ കോൺഫിഡൻസൊക്കെ തന്നിട്ടാണ് സത്യത്തിൽ ഐ കുഡ് ഡു ഇറ്റ്. പിന്നെ ഐ ബിക്കെയിം മൈ ഓൺ, എൻ്റെ തന്നെ മാനറിസംസും എൻ്റെ തന്നെ ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എന്തോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കൊച്ചു പിള്ളേരെ വരെ അവർ ആദ്യം ചാക്കോച്ചൻ്റെ അമ്മയായിട്ട് പിന്നെ മേരിയമ്മ. സോ ആ ക്യാരക്ടർ വളരെയധികം പിള്ളേർ തൊട്ട് വലിയ വരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റിവ്യൂസും എല്ലാം വന്നതും വളരെ നന്നായിട്ട് എഴുതിയപ്പോൾ എനിക്കത് വളരെയധികം സന്തോഷം. മേ ബി അമ്പിളിച്ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ ഒക്കെ അഭിനയിച്ച് അവരുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മൈൻഡിൽ കയറി കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് കോമഡി റോൾസ് ചെയ്യാൻ പറ്റിയത്. മാം, ചൈൽഡ്ഹുഡ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി, ഡ്രാമയിലും ഉണ്ട്, ഡാൻസിലും ഉണ്ട്. അക്കാഡമിക്സിലും എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. ഫ്രണ്ട് ബെഞ്ചറായിരുന്നു? ഫസ്റ്റാണ് മോസ്റ്റ്ലി ഞങ്ങൾ ആദ്യം അച്ഛൻ കുവൈറ്റിലായിരുന്നു ജോലി. ആ സമയത്ത് ഞാനും എൻ്റെ മൂന്നാമത്തെ ഏട്ടനുമായിരുന്നു കൂടുതലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ കുവൈറ്റിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് സ്കൂൾ എനിക്ക് അവിടെയായിരുന്നു, കുവൈറ്റിലായിരുന്നു. അതെ, അപ്പോൾ അവിടെ പഠിച്ചിട്ട് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ ബോംബെയിൽ വന്ന് തുടങ്ങിയത് ക്ലാസ്സസ്. അതിന് മുമ്പിലത്തെ അപ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ കുവൈറ്റിലാണ് പഠിച്ചത്. എൻ്റെ മൂന്നാമത്തെ ഏട്ടനും കുവൈറ്റ് സിറ്റിസൺ ആണ്, അവിടെയാണ് ജനിച്ചത്.
അതെ. അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത 2 ചേട്ടന്മാർ ദേവർ ഇൻ ബോംബെ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ. സോ മോസ്റ്റ്ലി വെക്കേഷനിൽ അവർ കുവൈറ്റ് വരുമായിരുന്നു. ആൻഡ് അങ്ങനെ സോ അത് കഴിഞ്ഞിട്ടാണ് 70s പിന്നെ ഞങ്ങൾ തിരിച്ച് ബോംബെ വന്നു. അതിനുശേഷം 2nd സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ അവിടെ ബോംബെയിലായിരുന്നു പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഹിന്ദി പടങ്ങളും ഹിന്ദി സ്റ്റാർസ് ആ വേൾഡ് വരുന്ന സിനിമയ്ക്കുള്ള എക്സ്പോഷർ? സിനിമ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് കുവൈറ്റിലൊന്നും ഹിന്ദി ഒന്നും അപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. സോ അപ്പോൾ ജസ്റ്റ് 1st സ്റ്റാൻഡേർഡ് വരെ ഉള്ള സ്ഥിരം അപ്പുറത്തെ ഒരു സിലബസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം 2nd സ്റ്റാൻഡേർഡ് മുതൽ നാച്ചുറലി പിന്നെ ഹിന്ദിയിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഹിന്ദി, മറാഠി എല്ലാം ലാംഗ്വേജസും വരാൻ തുടങ്ങി. മറാഠി അറിയാം, പക്ഷെ ആക്ച്വലി കുറച്ചൊക്കെ ഇപ്പൊ മറന്നുപോയി. ഇത് കേൾക്കുമ്പോ പക്ക അറിയാം, സംസാരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, കാരണം അത് ടച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദി, മറാഠി എല്ലാം അപ് ടു 10th, ഞാൻ 12th വരെ അവിടെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഇയർ വരെ കോളേജിലായിരുന്നു. പിന്നെ അതിനുശേഷം കറസ്പോണ്ടൻസ് ചെയ്തത്, ബിക്കോസ് അപ്പോഴത്തേക്ക് മൂവീസിൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സമയത്ത് എൻ്റെ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ ഗുരുവായിരുന്നു ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൽ. അപ്പോൾ സാർ വന്നിട്ട് എന്നെയും കൊണ്ട് സാറിനെ മറ്റേ കോളേജ് പ്രിൻസിപ്പലിനെ കാണാൻ പോയി. എന്നിട്ട് സാറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നു, അവൾക്ക് ഇത് കൊടുക്കണം, എന്താ പറയുക, അറ്റൻഡൻസ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഷീ ഈസ് മെൻറ്റ് ഫോർ ആർട്ട് എന്ന ലൈനിലൊക്കെ സാറായിരുന്നു കൂടുതൽ അതിന് എനിക്ക് പ്രൊമോട്ട് ചെയ്തതൊക്കെ. സോ അങ്ങനെ ആ കോളേജ് പ്രിൻസിപ്പൽ 1 year ഹി ഗേവ് മീ ദി അറ്റൻഡൻസ്. പിന്നെ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഞാൻ തന്നെ പിന്നെ എനിക്ക് ഒരു ഇതായിപ്പോയി, കോളേജിൽ പോവാതെ അറ്റൻഡൻസ് ഇല്ലാതെ. സോ ദെൻ കറസ്പോണ്ടൻസിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ BA. ഈ ചെറുപ്പം തൊട്ട് നമ്മളിപ്പോ ആ സമയത്ത് മാമിന്റെ സിനിമകളുടെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ അടക്കം ഒതുക്കമുള്ള ആളായിരുന്നു. ലൈഫിൽ ഭയങ്കര അടക്കം ഒതുക്കമുള്ള കുട്ടിയായിരുന്നോ? ഞാൻ ഭയങ്കര എന്താ പറയാ, ഹൈപ്പറോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, തൊട്ടാവാടിയായിരുന്നു. ഈ 3 ചേട്ടന്മാര് എപ്പോഴും ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടും എന്തും ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടത്തിനും അമ്മേന്ന് പറഞ്ഞിട്ട് കരയുന്ന ടൈപ്പായിരുന്നു. എല്ലാവരുടെ അടുത്തുനിന്നും വളരെയധികം സ്നേഹം കിട്ടിയ ഒരു ആളായിരുന്നു ഞാൻ. 3 ഏട്ടന്മാര്. ഇതില് ഏതേട്ടനാ നമ്മുടെ സുരേഷ് കൃഷ്ണ? രണ്ടാമത്തെ ഏട്ടൻ. ഏറ്റവും മൂത്ത ഏട്ടൻ ശ്രീറാം, രണ്ടാമത്തെ ഏട്ടൻ സുരേഷ്, മൂന്നാമത്തെ ഏട്ടൻ കാലിഫോർണിയയിലാണ്, ചേട്ടൻ സതീഷ്, പിന്നെ ഞാൻ ശാന്തി. എല്ലാവരും S ആണ്, SK. ഏറ്റവും ചെറിയ ഒരൊറ്റ അനിയത്തിയും, എല്ലാവരും ഉള്ളി എന്താ പറയാ യങ്ങസ്റ്റ് ആണ് എന്നാണെങ്കിൽ പോലും ആ ഒരു ഫ്രീഡവും ആ ഒരു സ്നേഹവും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് വളരെയധികം കിട്ടിയിട്ടുണ്ട്. സോ ഒരു വിധത്തിൽ ഐ വാസ് എ ലിറ്റിൽ സ്പോയിൽഡ് എന്ന് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അമ്മ കുറച്ച് സ്ട്രിക്റ്റ് തന്നെയായിരുന്നു. ഇൻ ദ സെൻസ് അമ്മയുടെ ഒരു വാക്ക് ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ്. എന്തുണ്ടെങ്കിലും ഗുഡ് ഓർ ബാഡ് ഞാനാണ് ആദ്യം അറിയേണ്ടത്. യു ഹാവ് ടു കം ആൻഡ് ടോക്ക് ടു മീ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എവിടെന്നെങ്കിലും ഒക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടിലും ഭേദം നിങ്ങൾ ഐദർ വേ ഗുഡ് ഓർ ബാഡ് എന്താണെങ്കിലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം, എൻ്റെ അടുത്ത് വന്ന് പറയണം. എനിക്ക് ഫസ്റ്റ് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ വായിന്ന് കേൾക്കണം. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളുടെ അടുത്തും ഒക്കെ പറയുന്നത്. സോ അതുകൊണ്ട് ഇപ്പോഴും ഐ ഹാവ് ഗോട്ട് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൈ ചിൽഡ്രൻ. അവരെപ്പോഴും എന്തും അവരെൻ്റെ അടുത്ത് വന്ന് ആദ്യം സംസാരിക്കുന്നതും ഞങ്ങൾ തമ്മിൽ ഒരു കോൺഫറൻസ് കോൾ പോലെയൊക്കെ, കാരണം അവർ രണ്ടുപേരും അവിടെയാണ്. അപ്പം ഞങ്ങൾ ഫേസ് ടൈമിലോ അല്ലെങ്കിൽ അത് ഇട്ടിട്ട്, അവൾ വേറെ സ്ഥലത്താണ്, റോച്ചസ്റ്ററിലാണ്. അപ്പോൾ മോൾ അവിടെ നിന്ന്, മോൻ ന്യൂയോർക്കിലും ഞാൻ ഇവിടെയും ആവുമ്പോൾ കോൺഫറൻസ് ആയിട്ട് കോളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും പോലെ അതെ അതുപോലെയൊക്കെ. സോ അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എനിക്ക്. അത് ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫ്രം മൈ പാരൻസ്. കാരണം അവരെന്തായാലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പേടിയില്ലായിരുന്നു പാരൻസിനോട് പോയി എന്തെങ്കിലും കാര്യം പറയാനും സംസാരിക്കാനും. ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എന്തും പറയാൻ പറ്റുമായിരുന്നു. സിബ്ലിങ്സ് എന്ന് പറയുമ്പോഴേ ഈ അതിൽ സുരേഷ് കൃഷ്ണയ്ക്ക് അപ്പം അന്ന് തൊട്ടേ സിനിമ ഇൻട്രസ്റ്റ് ഭയങ്കരമായിരുന്നു. ചേട്ടന് ഭയങ്കര ക്രേസ് ആയിരുന്നു ഡയറക്ഷനോടും. ഇൻ ടു ദ ഫിലിം ഫീൽഡ് എന്നായിരുന്നു ചേട്ടൻ ആദ്യം തന്നെ. അതാണ് ഫസ്റ്റ് ഹി വാസ് ഇൻ പ്രസാദ് പ്രൊഡക്ഷൻസിലായിരുന്നു. പ്രസാദ് പ്രൊഡക്ഷൻസിൽ ആദ്യം അക്കൗണ്ടന്റ് ആയിട്ടാണ് പോയത്. പക്ഷെ ചേട്ടന് അതൊന്നും അല്ലായിരുന്നു, എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻസിൽ കയറണം എന്നായിരുന്നു ആദ്യം. അതുകൊണ്ട് ഇവൻ ഹി ഗോട്ട് എ ജോബ്, ഹി വെന്റ് ഇൻ. പക്ഷെ പിന്നെ പ്രസാദ് ജിയുടെ അടുത്ത് സംസാരിക്കും, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവന് പിന്നെ ചേട്ടന് ഹിന്ദിയും ഒക്കെ അറിയായിരുന്നല്ലോ. സോ അങ്ങനെ പോയി. പിന്നെ ചേട്ടൻ ഭയങ്കര എന്റർപ്രൈസിങ് ആണ്, ഭയങ്കര എന്താ പറയാ സംസാരിക്കാനൊക്കെ നന്നായിട്ട് എല്ലാവരായിട്ട് മിങ്കിൾ ചെയ്യും. അപ്പൊ ചേട്ടന് ആർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ആ രീതിയിൽ ചേട്ടനാണ് ആദ്യം പ്രസാദ്ജിയുടെ അടുത്ത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞിട്ടാണ് കെ ബാലചന്ദ്ര സാറിന്റെ കെ ഏക് ദൂജെ കെ ലിയയിൽ അവർക്ക് തമിഴും ഹിന്ദിയും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രസാദ്ജിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സുരേഷിന് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് കെ ബി സാറിന്റെ അടുത്ത് എൻ്റെ ചേട്ടൻ കയറുന്നത്. അതിനുശേഷം പിന്നെ കെ വി സാർ പറഞ്ഞു എനിക്ക് സുരേഷിനെ വിട്ട് വേറെ കളിയില്ല, സുരേഷ് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെയാണ് പ്രസാദ് പ്രൊഡക്ഷൻസ് വിട്ടിട്ട് ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് കെ ബി സാറിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പിന്നെ കുറേ പടങ്ങൾ കെ ബി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അത് പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ചേട്ടനെ വിളിച്ചിട്ട് പറയുന്നു നീ അണ്ണാമലൈ ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത്. അങ്ങനെയാണ് ചേട്ടൻ ഫസ്റ്റ് ഡയറക്ഷൻ തുടങ്ങുന്നത് അണ്ണാമലൈ. ആ സമയത്ത് മറ്റേ കമൽഹാസന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ, ഞാൻ ഭയങ്കര ഫാനാണ് കമൽ സാറിന്റെ. അപ്പോ അതെ അതെ ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഏക് ദൂജെ കെ ലിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അപ്പോൾ ഒന്ന് നമുക്ക് ഈ സെൽഫി എടുക്കലും അല്ല അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ചേട്ടൻ വിശാഖപട്ടണത്തിലൊക്കെ ഷൂട്ടിലായിരുന്നു, ഞാൻ ബോംബെയിലാണല്ലോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞു, അയ്യോ എനിക്ക് കമൽ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓട്ടോഗ്രാഫെങ്കിലും എനിക്ക് മേടിച്ച് തരുമെന്ന്. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോയിട്ട് അങ്ങനെ ഒരു കമൽ സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എഴുതി എനിക്ക് കൊണ്ട് തന്നു. സോ അതും എനിക്കൊരു വലിയ സംഭവം, നിധി കിട്ടിയത് കുറെ കാലം കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എവിടെ നോക്കണം. ഐ എം ഷുവർ ഐ ഹാവ് നോട്ട് ഗിവൻ ഇറ്റ് അവേ ഓർ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഐ നോ എനിക്ക് എൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഓട്ടോഗ്രാഫ് ബുക്കായിരുന്നു. ആ ഓട്ടോഗ്രാഫ് ബുക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് തന്നെ കമൽ സാറിൻ്റെ ഫോട്ടോ ആയിരുന്നു. എന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ തമിഴ് പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിംല സ്പെഷ്യൽ എന്ന പടത്തിലായിരുന്നു ഞാൻ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊക്കെ കൈയൊക്കെ വിറക്കിയായിരുന്നു, കൈയൊക്കെ നനഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ. എനിക്ക് അതേവരെ എനിക്ക് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴും ഒരു ടെൻഷൻ എന്ന് പറയാനില്ല. പക്ഷേ കമൽ സാറിൻ്റെ കൂടെ കമൽ സാറിൻ്റെ മുമ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ഹി വാസ് വെരി എന്താ പറയുക ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് പറഞ്ഞു തരുന്നതും യുനോ. സോ അങ്ങനെ ആ വർക്ക് എക്സ്പീരിയൻസ് കമൽ സാറിൻ്റെ കൂടെ ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. മലയാളത്തിൽ തന്നെയാണോ സംസാരിച്ചിരുന്നത്? ഇല്ല സാറിന്റെ കൂടെ തമിഴാണ്, ഞാൻ തമിഴല്ലേ സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഹി വോണ്ട് ഓവറായിട്ട് നമ്മുടെ അടുത്തൊക്കെ ഒന്നും അങ്ങനെ സംസാരിക്കൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ തന്നെ ഒരു പേടിയായിരുന്നു. എസ് വി ശേഖർ സാർ അങ്ങനെയല്ല, ഹി വാസ് ലൈക്ക് ടോട്ടലി ഭയങ്കര പാലിയാണ്, ഒരുപാട് തമാശ ഒക്കെ പറഞ്ഞ ആ രീതിയിലാണ്. അപ്പൊ അതിൽ രണ്ടുപേരും എന്റെ ബ്രദേഴ്സ് ആണല്ലോ, ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബ്രദേഴ്സ് ഇൻ ദ സെൻസ് എന്റെ ബ്രദറിന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് കമൽ. മോർ ദൻ എ ബ്രദർ ആണ് എന്റെ അടുത്തുള്ള ഫ്രീഡം കമൽ സാറിന് ആ ക്യാരക്ടർ ആയിരുന്നല്ലോ. അങ്ങനെയായിരുന്നു. അപ്പൊ അതിലൊരു ഷോട്ട് ഉണ്ട്, അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, കമൽ സാറിനെ അടിക്കണം, എന്തോ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, അത് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കൊള്ളു കിട്ടോ ഇങ്ങനെ ഇവിടെ, കാരണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് വേദനിക്കത്തില്ലേ, പക്ഷെ കമൽ സാറല്ലേ പറയുന്നത്, നമുക്ക് ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയൊക്കെ വെച്ച് ഇങ്ങനെ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല എന്താ ചെയ്യാൻ, ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ. അപ്പോൾ ഷോർട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ടച്ച് ചെയ്തു നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ടച്ചും ചെയ്യുന്നുണ്ട്, നമ്മൾ റിയാക്ഷനും കറക്റ്റ് ആണ്, കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങും കറക്റ്റ് ആണ്. പക്ഷെ അത്രയും ഫോഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും ടച്ച് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ റിയാക്ഷൻ, ആ ഒരു ദ വേ ഹി ഡിഡ് ഇറ്റ്, അപ്പൊ തൊട്ട് എനിക്ക് അയ്യോ ഇങ്ങനെയും സംഭവം ഉണ്ടല്ലേ എന്ന്. അപ്പൊ എന്താ വേദനിച്ചോ എന്ന് പറഞ്ഞാൽ ഇല്ല സാർ. അപ്പോൾ അതാണ് കറക്റ്റ്, അതാണ് കമൽ സാർ. സോ അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമായിരുന്നു. ഐ യൂസ് ടു വാച്ച് ഹിം, എങ്ങനെയാണ് ചെയ്തത്, ദ വേ ഹി യൂസ് ടു വർക്ക്. അതൊക്കെയാണ് നമ്മൾ ഒരു എന്താ പറയുക ലെജൻഡ് ആയിട്ട് ഒരു ആക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് കമൽ സാറിനൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഭയങ്കര വൊറേഷ്യസ് ആയിട്ടുള്ള റീഡർ ആയിരുന്നു ചെറുപ്പം തൊട്ട്. ഞാനോ വൊറേഷ്യസ് റീഡർ ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിക്ഷൻ ആയിരുന്നു. കാരണം ഈ വളരെ കട്ടിയായിട്ടുള്ള ബുക്സ് ഒന്നും വായിക്കൊന്നുമില്ല, ബട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിൽ വായിക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഫിക്ഷൻ ആയിരുന്നു എനിക്കിഷ്ടം. ഡിറ്റക്റ്റീവ് നോവൽസ് ഇഷ്ടമായിരുന്നു, റൊമാൻറ്റിക് നോവൽസ് ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഏജിൽ അതൊക്കെ വായിക്കുമായിരുന്നു. ഗോൺ വിത്ത് ദ വിൻഡ് അങ്ങനെയൊക്കെ അതുപോലത്തെ പടങ്ങൾ കാണും. റോം കോം. പിന്നീട് ഇപ്പോഴും അത് തന്നെയാണ്, എനിക്കും മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഡിറ്റക്റ്റീവ് സംഭവം. ഇൻഫാക്ട് മോനും ഞങ്ങളെല്ലാം ഒരുമിച്ച് കാണുന്ന ചിലപ്പോൾ അങ്ങനത്തെ വെബ് സീരീസ് ആയിരിക്കും, യുനോ സംതിങ് FBI അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ മിസ്റ്ററി, അതുപോലെ
ഇറ്റ്സ് ഫൺ ബിക്കോസ് നമുക്ക് ഗസ് ചെയ്യാലോ, വി വിൽ ഓൾസോ ഗെറ്റ് ഇൻവോൾവ്. ഇപ്പൊ ചുമ്മാ ഒരു കോമഡി പടം മാത്രം വല്ലപ്പോഴും അതും കാണും, പക്ഷെ എന്നാലും വെറും കോമഡി പടം മാത്രം കാണാൻ എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഗോ ഓക്കെ അതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ചില നല്ല സീരിയസ് പടമാണെങ്കിലും, ഇപ്പൊ ഇൻഫാക്ട് ലേറ്റസ്റ്റ് ഞാൻ കണ്ടത് നമ്മുടെ F1 ആണ്. ഐ ഡോണ്ട് നോ വെദർ യു സോ ഇറ്റ്. ബ്രാഡ് പിറ്റിന്റെ. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ദാറ്റ് മൂവി. ശരിക്കും അത് ഫോർമുല ആണ്, മറ്റേ കാർ റേസിംഗ് ആണ് എന്നൊക്കെ ആദ്യം വിചാരിച്ചു, അത് നമുക്ക് ഇഷ്ടാവോ, നമുക്ക് മനസ്സിലാവോ, പക്ഷേ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ. നിങ്ങൾ കണ്ടതാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാ പറഞ്ഞ ഐ ലൈക്ക് ത്രില്ലർ മൂവീസ് ഓൾസോ. ഇപ്പൊ മിഷൻ ഇമ്പോസിബിൾ പോലൊക്കെ പടങ്ങൾ, ടോം ക്രൂസിന്റെ പടങ്ങൾ, അത് കൊച്ചിലെ മുതൽ പിള്ളേരും അങ്ങനെ ആയതുകൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഇൻഫ്ലുവൻസ് ആയിരുന്നു കൂടുതലും. തമിഴ് മലയാളവും ഒക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച അവിടെ വരുന്ന ഒരു പടം ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണാൻ പോകുന്നത്. ബിക്കോസ് വി വോണ്ട് ബി ഇൻട്രസ്റ്റഡ്. അന്നൊക്കെ നസീർ സാറിന്റെ ഒക്കെ പടമായിരിക്കും, ശിവാജി ഗണേശൻ സാറിന്റെ പടമായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയില്ല എന്താ സംഭവം, ചെറുതായിരിക്കും. പക്ഷെ പിന്നെ വി സ്റ്റാർട്ടഡ്, വി എന്ന് പറയാൻ പറ്റില്ല, ഞാനായിരുന്നു, എനിക്ക് പിന്നെ ഇഷ്ടമായി തുടങ്ങി പടങ്ങൾ കാണാൻ, സ്റ്റോറി ടൈപ്പ് പടങ്ങൾ കാണാൻ. സോ അങ്ങനെയാണ് മലയാളം തമിഴ് ഇൻഫ്ലുവൻസ് വന്നത്. ഈ സുരേഷ് കൃഷ്ണ ഇവിടെ അണ്ണാമല ചെയ്യുന്നു, ഭാഷ ചെയ്യുന്നു, സെൻസേഷൻ ആവുന്നു ഇന്ത്യ മൊത്തം. ആ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെയാ സംസാരിച്ചിരുന്നത്? ഞാനും ചേട്ടനോ? ചേട്ടൻ്റെ ദുനിയാല് ബിസിയാണ്. കാരണം ചേട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ എൻ്റെ മലയാള സിനിമയിലായിരുന്നു കൂടുതൽ ആ സമയത്ത്. സോ ഐ വാസ് ബിസി വിത്ത് മൈ വർക്ക്. പക്ഷെ ന്യൂസ് ഒക്കെ അറിയായിരുന്നില്ലേ ഇത് ഭയങ്കര ഹിറ്റാണ്, ഇന്ത്യ മൊത്തം കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഭാഷ? ഞാൻ ഇന്നും കുത്തിയിരുന്ന് കാണും. എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോൻ എസ്പെഷ്യലി. ഭാഷ ഇന്നും കാണുന്നത് നമ്മൾ ഇങ്ങനെ കാണും എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ആൻ എൻസൈക്ലോപീഡിയ ആൾക്കാർക്ക്. പിന്നെ അതിനുശേഷമാണ് എല്ലാം എന്തുകൊണ്ടെങ്കിലും ഭാഷ എന്നാണ് വെച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത്. ഓട്ടോക്കാരൻ പാട്ട് വന്നാലും ആ കാല് കണ്ട അപ്പോൾ ഉടനെ ഒരു ആൾക്കാർക്ക് ഒരു ക്ലാപ്സും. നമ്മൾ അതെപ്പോഴും പറയും, രജനീകാന്തും കമൽഹാസന്റെ പടങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ പോയി കാണരുത് എന്ന്. നമുക്ക് വെറും ശബ്ദം മാത്രമല്ലേ കേൾക്കുള്ളൂ ആൾക്കാരുടെ, വിസിലടിയും ശബ്ദവും മറ്റേ കയ്യടിയും ഊ ഈ എന്നൊക്കെ പറയുന്നത് മാത്രം. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഡയലോഗ് ഒരു 4-5 സീനൊക്കെ പോവും, നമ്മളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പറയും ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഷോ ഒന്നും പോയി കാണരുത് അവരുടെ പടങ്ങൾ, ബിക്കോസ് വി കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് പറയും. എന്നിട്ട് പിന്നെ പ്രിവ്യൂ ഷോ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ പടങ്ങളുടെ.